ബഹുമാനരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. നമുക്കിന്നൊരു ആംഗ്യപ്പാട്ട് കേട്ടാലോ? എന്റെ ആംഗ്യപ്പാട്ടിന്റെ പേര് നെയ്യപ്പക്കൊതി. നെയ്യപ്പത് പറഞ്ഞ ആർക്കും ഇഷ്ടമല്ലാത്തത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം? നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മമ്മക്കും ഒടുവിലെന്താ സംഭവിച്ചേ? നമുക്കൊന്ന് നോക്കിയാലോ. കൊച്ചു പൂരക്കലയപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചിരി കിട്ടിയിരുന്നാഴി. പച്ചിരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചു പൂരക്കല ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചിരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചുടുപരത്തും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യടാ ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുറിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായൽ വെള്ള നിറഞ്ഞിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് അംശം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പരെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കള്ളി കൊതിയെത്തി കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുകയേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം. വിളിച്ചു പോകി അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയിലായി, വാശി മുറിച്ചിട്ടടിപ്പിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടിയിട്ടി, അപ്പൂപ്പനൊരു തഴി കിട്ടി. ഡിഷും ഡിഷും കൊണ്ടപ്പോൾ അടിപ്പിടി ഇടിപ്പിടി മൂത്തപ്പോൾ നല്ലൊരു പോമഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാക്കും കുത്തിയിരിക്കാമിണ്ടാതെ. ആദ്യം മിണ്ടാൽ കൊറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്ക് സമ്മതമായി. അങ്ങനെ തർക്കം ഭ്രമിതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വിട്ടുവരാതെ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിലടുക്കളയിൽ തടുകുടു എന്നൊരു ഒച്ച കേട്ടു. മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ, വെട്ടിൽ തൊട്ടല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ട മറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ട ഒഴിഞ്ഞു കിടപ്പുണ്ടേ. ഉണ്ട കണ്ണു മിഴിച്ചിട്ട് ചുണ്ടും നക്കി നുളഞ്ഞിട്ട് ചനലും ചാടി മറിഞ്ഞല്ലോ. കള്ളിപ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കൊട്ടയും നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടപ്പാനായി. പാവപ്പൂപ്പനും അമ്മമ്മയും വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ല ഇങ്ങനൊക്കെ സംഭവിച്ചത്. അവർക്കൊന്നിനും ഒരു പരിഹാരമേ ഇല്ല. അത് നാശത്തിലേക്ക് നയിക്കും. നന്ദി, നമസ്കാരം.